സൺഡേ ആയിട്ട് ചുമ്മാ പുറത്തേക്കൊന്ന് ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ സുഭാഷ് പാർക്കിലൊന്ന് കയറി. കുട്ടികൾക്ക് കളിക്കാൻ മാത്രമുള്ള ഒരു പാർക്ക് മാത്രമായിട്ട് ഇത് ഒതുങ്ങണില്ല കേട്ടോ. കാരണം ഇവിടെ നമുക്ക് രാവിലെയൊക്കെ മോർണിംഗിൽ നടക്കാനും പിന്നെ അതുപോലെ ജോഗിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു അറ്റ്മോസ്ഫിയറും ആണ്. അതുപോലെ അതിനുള്ള ധാരാളം സ്പേസും ഉണ്ട് ഇവിടെ. ഇവിടെ പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കിട്ടണത് നല്ല പച്ചപ്പും മരങ്ങളും പുല്ലൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്ക് കിട്ടണത്. പിന്നെ അതുപോലെ ഇവിടെ കുറേ തണൽ മരങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വിശ്രമിക്കണമെങ്കിലൊക്കെ ഈ തണൽ മരങ്ങളുടെ അടിയിലേക്ക് ഇരിക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ മെയിൻ പാർക്കായ സുഭാഷ് പാർക്കിലാണ്. നമ്മുടെ മഹാരാജ് കോളേജിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. കുട്ടികളായിട്ട് ഈ പാർക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓടി നടന്ന് കളിക്കാനുള്ള എല്ലാ സൗകര്യവും അത്യാവശ്യം ഇവിടെ ഉണ്ട്. പാർക്കിൻ്റെ സെൻറ്ററിലും പിന്നെ അതുപോലെ രണ്ട് സൈഡിലും ആയിട്ട് വോക്ക് വേ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നടക്കാനും പറ്റും, പിന്നെ ഇങ്ങനെ ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു പുല്ലും പച്ചപ്പൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്റ്റീവാണ് കേട്ടോ. ഈ തിരക്ക് വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് വിചാരിക്കുക നിങ്ങൾ. പക്ഷേ വെക്കേഷൻ ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഈ തിരക്ക്. ഇവിടെ മിക്കപ്പോഴും സൺഡേസിലൊക്കെ മിക്കവാറും എപ്പോഴും ഈ തിരക്ക് തന്നെയാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലും സ്ലൈഡ്സൊക്കെ അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പിന്നെ അതുപോലെ അപ്പുറത്തൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് കേട്ടോ. ചിൽഡ്രൻസ് പാർക്കിൽ ചെറിയൊരു ഫീസ് ഉണ്ട്, പക്ഷേ ഇവിടെ തികച്ചും ഫ്രീ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ അതുപോലെ കുട്ടികൾക്ക് മാത്രമല്ലല്ലോ, മുതിർന്നവർക്കായാലും ജസ്റ്റ് വന്നിരിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും. ഇവിടെ ഇങ്ങനെ ആർച്ചോല വെച്ചിട്ട് നടപ്പാതയിൽ കുറച്ച് അടിപൊളി കല്ലൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിലൂടെ നടന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത്. കുട്ടികളുടെ എൻ്റർടൈൻമെൻറ്റ് ഇവിടെ കളികളാണെങ്കിൽ നമ്മളെപ്പോലുള്ള വലിയ ആളുകൾക്ക് ഇവിടെ പിന്നെ ഫോട്ടോസ് സെക്ഷൻ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കൂട്ടി കേട്ടോ.
ഇവിടെ ഇങ്ങനെ കല്ലിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ സ്റ്റാർട്ടിങ് എനിക്ക് ക്ലിയർ ആയില്ല. പൂവിൽ പിന്നെ താഴെ പൂ ഒഴിയുന്നു. സ്റ്റാർട്ടിങ്ങിൽ എന്താണെന്നുള്ള അത്ര ക്ലിയർ ആയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ട് ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മറൈൻ ഡ്രൈവിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ ഈ സുഭാഷ് പാർക്ക്. പിന്നെ അതുപോലെ ഫോർട്ട് ബോട്ടിട്ടിക്ക് അടുത്തായിട്ട് തന്നെയാണിത്. നമ്മുടെ ഈ പാർക്കിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഒരു വശത്ത് വേമ്പനാട് തടാകത്തിൻ്റെയും കൊച്ചി തുറമുഖത്തിൻ്റെയും ശാന്തമായ കായലും, പിന്നെ അതുപോലെ തന്നെ മറുവശത്ത് ഒരു കൂട്ടം പച്ചപ്പാർന്ന മരങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് വിശ്രമിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പേസാണ്. അതെടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഇവിടെ നമുക്ക് കപ്പലുകളൊക്കെ സഞ്ചരിക്കണ കണ്ടുകൊണ്ട് തന്നെ സൂര്യാസ്തമയമൊക്കെ കണ്ടിരിക്കാം. ഇവിടെ ഒരാൾ മുകളിലേക്ക് നോക്കിയിട്ടുള്ള ഒരു പ്രതിമയുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ നിന്ന് വീണ്ടും കുറച്ച് സെൽഫിയൊക്കെ എടുത്തിട്ടാണ്. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. കുറേ നടക്കുക, കുറേ സെൽഫി എടുക്കുക, അങ്ങനെ ഒരുപാട് വീഡിയോസും സെൽഫിയൊക്കെ എടുത്ത് കിട്ടി. പിന്നെ അത് ഈ തീറ്റിപ്പാലം കണ്ടോ? നിങ്ങളിവിടെ തീറ്റിപ്പാലം തന്നെയല്ലേ പറഞ്ഞു, ഞങ്ങളിവിടെ തീറ്റിപ്പാലം നട്ട് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും എങ്ങനെയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ തീറ്റിപ്പാലം കണ്ടോ? സാധാരണ നമ്മൾ ഇരുമ്പിൻ്റെ ഒക്കെയില്ലേ, ഇതിപ്പോൾ കരിങ്കല്ലിലാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നടന്നാലും തീരാത്ത പോലെ തോന്നും. അത്രയ്ക്ക് ഉണ്ട് നടക്കാനായിട്ട്. നടക്കൽ മാത്രമല്ല, നമുക്ക് മടുപ്പ് തോന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാൻ ഒരുപാട് സ്പേസും ബെഞ്ചുകളും അതുപോലെ പല രീതിയിലൊക്കെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇരിക്കാനുള്ള ഒരുപാട് സൗകര്യം തന്നെയുണ്ട്. കായലിൻ്റെ സൈഡിലിരിക്കാൻ ഒരുപാട് ബെഞ്ചുണ്ട്. അപ്പോൾ ബോറടിക്കില്ല കേട്ടോ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ. നടന്ന് ടയേർഡായെങ്കിൽ ഇവിടെ വന്നിട്ട് ഐസ്ക്രീമോ സ്നാക്സോ എന്താണെന്ന് വെച്ചാൽ വാങ്ങി കഴിക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം കാറ്റും കൊണ്ടിരിക്കാം. അത്യാവശ്യം കുറേ പ്രായമുള്ള ആൾക്കാരൊക്കെ ചില ഉച്ച സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കണതാണ് കേട്ടോ. ചിലവരുടെ ബുക്സൊക്കെ കൊണ്ടുവന്നിട്ട് വായിക്കണതാണ്. പിന്നെ ചില സമയത്ത് പഠിക്കുന്ന പിള്ളേരൊക്കെ കമ്പയർ സ്റ്റഡിയൊക്കെ വന്നിട്ട് ഇവിടെ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇത് വലിയൊരു ഗ്യാങ് വരുന്നുണ്ട് കേട്ടോ. വെക്കേഷൻ പ്രമാണിച്ചുള്ള ട്രിപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നല്ലൊരു അടിപൊളി ഗാർഡൻ ഉണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു സംഭവമുണ്ട്. ചിലപ്പോൾ ശ്രദ്ധിക്കും, ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകട്ടെ. കാരണം നമ്മൾ ഈ കയറി വന്ന എൻട്രൻസിൻ്റെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കൃഷ്ണനുണ്ട്.
നമ്മൾ റോട്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ റോട്ടിലേക്കാണ് കേട്ടോ അതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നത്. അപ്പോൾ റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് കാണാം. പക്ഷേ ഇവിടെ മിക്കപ്പോഴും ആരും കാണാറില്ല കൃഷ്ണൻ. ഞാനെപ്പോഴും വരുമ്പോൾ നോക്കും കേട്ടോ. അതാ ദൂരെ കാണുന്ന കൃഷ്ണൻ കണ്ടോ, കണ്ടോ, അടിപൊളി കൃഷ്ണനല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.